സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. കാരണം കരുണയുടെയും സ്വാന്തനത്തിൻ്റെയും ഉറവ് പറ്റാത്ത മനസ്കരുടെ സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഏക പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോസുമായാണ് ഞാൻ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് എത്തുന്നത്. കാരണം വടക്കഞ്ചേരി വണ്ടാഴി പഞ്ചായത്തിലെ സ്വാമിനാഥൻ 50 വയസ്സുള്ള കൂലിപ്പണിക്കാരൻ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു. വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും മുമ്പിൽ മാന്യമായി ജീവിക്കണം എന്ന് പ്രതീക്ഷിച്ച ഒരു വീടും ഒക്കെ നിർമ്മിക്കാൻ ശ്രമിച്ചു. വീടുകൾ പകുതി എത്തുന്നതിന് മുമ്പ് രോഗബാധിതനായി 2 കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആ അവസ്ഥയുടെ ആ വീഡിയോസുമായാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തെ സഹകരിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി ഞാൻ ആ വീഡിയോസിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് കാണാം. സ്വാമിനാഥൻ ഏട്ടനെ ഒറ്റ ഒരു മകളേ ഉള്ളൂ. ആ മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ആ മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെ ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ വീടുകളും അവരുടെ മറ്റ് അവസ്ഥകളും നമുക്കൊന്ന് നോക്കാം. എന്താണ് അസുഖം? കിഡ്നിക്കുള്ള അസുഖമാണ്. 2 കിഡ്നിയും പോയി. നമസ്കാരം. ഞങ്ങൾക്ക് 2 കിഡ്നിയും പോയിരിക്കണം എൻ്റെ ഏട്ടൻ്റെ. അത് കാരണം ഞങ്ങൾക്ക് ഒരു വഴിയില്ലാതെ ഞങ്ങളിപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ 3 ചെയ്യണം. ആ 3 ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ 2 ചെയ്യണുള്ളൂ. അത് കാരണം കൊണ്ട് ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞങ്ങളത് ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ആഴ്ചയിൽ 2 കൊണ്ടുപോയി പണിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. എന്നാലും ഏട്ടന് വയ്യ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഏട്ടൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾക്കൊരു വീടില്ല. ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ ഒരു അവസ്ഥ കണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് സഹായിച്ചു തരണം. ഞങ്ങൾക്ക് ഇരിക്കാൻ വീടില്ല. എൻ്റെ ഏട്ടനും ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഒരു മകളുണ്ട്. അതിനും പഠിക്കാൻ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒന്ന് താഴ്മയെ അപേക്ഷിച്ചു കൊണ്ടുള്ളൂ ഞങ്ങൾ. എരിയുന്ന വെയിൽ കണ്ടില്ലേ? ഇനി പെരുമഴയായാലും ഇത് തന്നെയാണ് ഇതുങ്ങളുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും കാണുന്ന സുഹൃത്തുക്കൾ ഇവരെ കൈവിടാണ്ട് ഇവരെ സഹായിക്കണം. നിങ്ങൾക്കൊണ്ടാവുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ അത് ഈ കുടുംബത്തിന് നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാം. ചേട്ടാ, കാണുന്നവര് നിങ്ങളെ സഹായിക്കും. കേട്ടാ? ഡയാലിസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ കൈവിടില്ല. കേട്ടാ? സഹായിക്കും. നമുക്ക് മറ്റുള്ളവരോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കാം. അവർ നിങ്ങളെ സഹായിക്കും. ഓക്കെ. നമ്മുടെ മറ്റ് സ്കൂൾ HMും മറ്റ് പ്രവർത്തകരും ഉണ്ട്. അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. പക്ഷേ എന്താണ് നമ്മുടെ ഈ കുടുംബത്തിനെ കുറിച്ച് പറയാനുള്ളത്? സ്വാമിനാഥന്റെ കുടുംബം നമുക്ക് വളരെ അടുത്തറിയുന്ന നമ്മുടെ അയൽപക്കമാണ്. വളരെ നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആകസ്മികമായി 2 കിഡ്നിയും തകരാറാവുകയും അതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ കുടുംബത്ത് ഭാര്യയാണ് ജോലി ചെയ്യുന്നത്. ഒരു പ്രായപൂർത്തിയായ മകള് +2 പഠിക്കുന്നുണ്ട്. അത് PNCയുടെ ശോഭ ഇതിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സൗജന്യമാണ്. പക്ഷെ +2 കഴിയുമ്പോൾ ഇനി ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ചികിത്സയും കുട്ടിയുടെ വിദ്യാഭ്യാസവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ആഴ്ചയിൽ 2 ഡയാലിസിസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും പൈസ ആവശ്യമാണ്. മൊത്തത്തിൽ കുടുംബത്തെ ഒരു ആഗ്രഹമായ വീട് പണിയാൻ പുറപ്പെട്ടതാണ്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മൊത്തത്തിലുള്ള സാഹചര്യം വളരെ മോശമാണ്. ആർക്കും സംഭവിക്കാം. രോഗങ്ങൾ വരുന്നതും ദുരന്തങ്ങൾ സംഭവിക്കുന്നതും നമ്മൾ വേണം വിചാരിച്ചിട്ടല്ല, ആർക്കും ഉണ്ടാകാം. പക്ഷേ
അത് നമ്മളെയൊക്കെ ചെറിയ കൈത്താങ്ങലുണ്ടായാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ അതിലേക്ക് എല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്നാണ് ഒരു അയൽക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ചേട്ടൻ എന്താ പറയുക? ഇവിടെ അതുപോലെ തന്നെ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ നമ്മുടെ അയൽവാസിനെയാണ്. അയാൾക്ക് ഏത് കാര്യത്തിനും ആക്റ്റീവായി വർക്ക് ചെയ്യുന്നതും എല്ലാം വഴി മുന്നോട്ട് പോകുന്ന ആളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആൾക്ക് വയ്യാതെയായി, കിഡ്നിയായി, പേഷ്യൻ്റായി, വീട് കെട്ടൽ പകുതിയിൽ നിന്ന് സ്റ്റോപ്പായി. പിന്നെ വരുമാന മാർഗം ഒന്നുമില്ല. ചേച്ചിയാണ് പണിക്ക് പോകുന്നത്. അതിപ്പോൾ ആ ഡയാലിസിസിന് മുമ്പ് ചേച്ചിയും പോകണം, എല്ലാ ബുദ്ധിമുട്ടുകൊണ്ട് ഒക്കെ വളരെ. അപ്പോൾ ഇത് കാണുന്നവർ ആകുന്ന രീതിയിൽ അവരെ സഹായിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അത്രമാത്രം. അതാണ് ഇപ്പം ഇവിടെയുള്ള മറ്റ് സഹപ്രവർത്തകർ പറയുന്നത്. കാരണം ആരുടെയും ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വീടൊക്കെ വെച്ചതും മറ്റുള്ളവരുടെ സഹായങ്ങളിലൊക്കെ എത്തിക്കാണ്ട് ജീവിച്ചു പോകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂലിപ്പണി എടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റി രോഗങ്ങൾ ബാധിച്ചു. ഇന്ന് ഡയാലിസിന് പോലും മാർഗമില്ലാണ്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ കുടുംബം സന്മനസ്കരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ആ കുടുംബത്തെ നിങ്ങൾ സഹായിക്കുമെന്നുള്ള ഏകപ്രതീക്ഷയോട് ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കുമെന്നുള്ള ഏകപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിർത്തുന്നു. ക്യാമറമാൻ സുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.